It's me Marina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള സ്നാക്കാണ് ഒരു പൊട്ടറ്റോ ഇമോജി സ്നാക്സ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് ഇത്. ഈ കുറച്ച് സോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ സോസ് ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കലാപരമായ കഴിവുകളനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ഒക്കെ അതിൻ്റെ അകത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ആരും ട്രൈ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇമോജീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ആകെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരാം. ഇവിടെ 2 കപ്പ് വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. പിന്നെ നമുക്കൊരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം. ഈ മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇനി രണ്ടും ചേർത്തില്ലാന്ന് വെച്ചാൽ യാതൊരുവിധ കുഴപ്പമില്ല, നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് മാത്രം ചേർത്തിട്ട് റെഡിയാക്കി എടുത്താലും മതിയാവും. നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർക്കുക. പിന്നെ നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് പൊട്ടറ്റോ ഇമോജീസ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഡൗ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് ഞാൻ നമ്മുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ മുളക് പൊടി. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് കുഴയ്ക്കുക, എന്നാലാണ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കോൺഫ്ലോർ ഇടാൻ മറന്നുപോയി, കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ട് വരാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ അത്രയും നേരം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. പിന്നെ ചില പൊട്ടറ്റോ നല്ല സ്റ്റിക്കി ആയിരിക്കും, അപ്പോൾ സമയത്ത് കൈമ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിലൊന്ന് കയ്യിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കുഴച്ച് നല്ല സോഫ്റ്റ് ഡൗ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ റെഡിയാക്കണം മാവ് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി നന്നായിട്ട് മുറിച്ചെടുക്കാനുള്ള ഒരു ടെക്സ്ചർ റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് മുകളിൽ നമുക്കൊരല്പം വെജിറ്റബിൾ ഓയിൽ ഒന്ന് തൂക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ കൂടെ, ഒരല്പം മതി. അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പോവാണ് ഒരു 30 മിനിറ്റ്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കട്ടെ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഡൗ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ട് ഇത് ഇനി നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട്, അല്ലെങ്കിൽ ഓയിൽ തൂത്തില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ കുറച്ച് പരത്തി. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇത് അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തുക. എല്ലാ സർഫസും ഒരേപോലെ തന്നെ പൊങ്ങിയതാണെന്നൊന്നും നിൽക്കരുത് കേട്ടോ, അതേപോലെ ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കട്ടർ ആണെങ്കിൽ കട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പിയുടെ അടപ്പോ ജാറിൻ്റെ അടപ്പോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിൽ ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ള ഈ മാവ് റിമൂവ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്ത് ഇമോജീസ് റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇമോജീസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരവരുടെ കലാപരമായ കഴിവനുസരിച്ച് അവനൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ട്രോ വെച്ചിട്ട് നിങ്ങൾക്ക് 2 കണ്ണ് കുത്തി കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ സ്മൈൽ ചെയ്യാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്മൈലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽ ഞാൻ ഇത്രയും ഇമോജീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാലൻസും കൂടെ ഒന്ന് പരത്തിയിട്ട് ബാലൻസ് ഇമോജീസും കൂടെ റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറേ ഇമോജീസ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ഇമോജീസൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഇമോജീസൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ നിങ്ങൾ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എങ്കിലാണ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇമോജീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇമോജീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ സ്മൈലി ഫസ്റ്റ് തന്നെ പൊട്ടറ്റോ സ്മൈലി ആയിക്കോട്ടെ. ഇനി നമുക്ക് ബാലൻസ് ഇമോജീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം തന്നെ ആവും, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട പൊട്ടറ്റോ സ്മൈലി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് കോരി എടുക്കട്ടെ. നമ്മൾ ആവുന്നത് പെട്ടെന്ന് കോരി എടുക്കുക. ഇതിപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. ബാലൻസ് ഞാൻ വറുത്തിട്ട് കോരി മാറ്റാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇമോജീസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് സെറ്റ് ഒന്നും കോരി മാറ്റാണ്. എല്ലാം റെഡി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ബാലൻസ് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം.